കൽക്കി 2898 AD 27th റിലീസായ പുതിയ ഒരു പടമാണ്. വെറും പടം എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ മോനെ ബ്രഹ്മാണ്ഡ പടം. കണ്ണ് തള്ളിപ്പോയി കേട്ടോ അത് കണ്ടിട്ട്. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയൊക്കെ ഒരു പടം ഉണ്ടാകുമെന്ന് അത് നമ്മുടെ ഈ ജനറേഷനിൽ ഇത് കാണാൻ പറ്റുമെന്നൊന്നും വിചാരിക്കാത്ത അതുപോലത്തെ, അതായത് ഒരു മൂവി. അതെ, ഹോളിവുഡ് ലെവലിലുള്ള ഒരു മൂവി. അതായത് ഒരു 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 ഭയങ്കര ജമ്പാണ്. അതിന്റെ വിശേഷങ്ങളുമായിട്ടാണ്, റിവ്യൂ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയേക്കുന്നത്. ഞാൻ മഹേഷ്. ഞാൻ ബിജോ. വെൽക്കം ടു അവർ ചാനൽ മാൻ കേവ്. അപ്പൊ നമ്മുടെ മൂവി ഒരു ബിഗ് പാൻ ഇന്ത്യൻ മൂവിയാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് അശ്വനി ദത്ത്. 600 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ്. അതായത് ഇന്ന് കേട്ടുകേൾവി പോലും ഇല്ല ഇന്ത്യൻ സിനിമയില്. ഞാനവിടുത്തെ വലിയ എന്റർപ്രൈസ് എന്തെങ്കിലും ചെയ്തായിരിക്കും, പക്ഷെ ഇത് അവരുടെ ഹോം പ്രൊഡക്ഷൻ, അതെ, വൈജയന്തി മൂവീസ് എന്ന് പറയുന്ന ഹോം പ്രൊഡക്ഷൻ. ഇനി പടത്തിന്റെ 600 കോടി എന്ന് മാത്രമല്ല, ഇതിനകത്ത് എല്ലാ ഇന്ത്യൻ സിനിമയിലെ പല ലാംഗ്വേജിന്റെ താരങ്ങൾ ഒത്തു വന്നേക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഓൾമോസ്റ്റ് 3 years ആണ് ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അതിന്റെ കാണാനുണ്ട്, പക്ഷേ ഇറ്റ്സ് ബിയോണ്ട് ബിലീഫ് അല്ലേ. അതെ, ഇത് 3 years ഹാർഡ് വർക്ക് എന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇതിനകത്തെ CGI യൂസും ഒക്കെ അൺബിലീവബിളി പെർഫെക്റ്റ് ആണ്. അതെ, ഈ ഒരു ലെവൽ ഓഫ് എന്നാ പറയുക, VFX ആയാലും, അതായത് ഹോളിവുഡ് മാറി നിൽക്കും. ഐ മീൻ ഹോളിവുഡിനൊപ്പം നിൽക്കുന്ന ഒരു മൂവി. നമ്മൾ ഇതിനു മുമ്പും പല മൂവീസിനും പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് ലെവൽ മൂവീസ് എന്നൊക്കെ, പക്ഷെ അക്ഷരാർത്ഥത്തിൽ അത് കറക്റ്റ് ആയത് ഈ മൂവിക്കാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ നാഗശ്വിൻ ആണ് ഇതിന്റെ ഡയറക്ടർ. പുള്ളി ഇപ്പൊ നമ്മളൊരു 100 കോടിയുടെ പടം എടുത്തു, 300 കോടിയുടെ പടം എടുത്തു, അങ്ങനെ ഒരു ജമ്പ്. ഇത് അങ്ങനല്ല, ഇത് ഈ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്കാ ചാടിയേക്കുന്നത്. അപ്പം അത് അൺബിലീവബിൾ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ വലിയ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി, KGF, അതിന്റെ ഒക്കെ ഒരു 4-5 ഇരട്ടി മുന്നോട്ടാണ് ഇത് പോയേക്കുന്നത്. ഇത്രയും വലിയൊരു പടം പാൻ ഇന്ത്യൻ ലെവലിലോ ഇന്ത്യൻ സിനിമയിലോ കേട്ടുകേൾവി പോലും ഇല്ല. അപ്പം അതിന്റെ ഒരു വിശ്വാസം അല്ലേ, ആ മുതൽ മുടക്ക് ചെയ്യാനുള്ള വിശ്വാസം, അതിനുള്ള മൂവി ഉണ്ട്. അതെങ്ങനെ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അതുപോലെ 600 കോടി നമ്മൾ മുടക്കണമെങ്കിൽ ആ രീതിയിലുള്ള വിഷ്വലൈസേഷൻ ഈ പുള്ളിക്ക് ഉണ്ടായിരിക്കണം. അതിന് ഹാറ്റ്സ് ഓഫ് ടു ദിസ് ഗൈ നാഗശ്വിൻ. മൾട്ടി സ്റ്റാറർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അമിതാഭ് ബച്ചൻ ഉണ്ട്, പ്രഭാസ് ആണല്ലോ ഇതിന്റെ മെയിൻ, ദീപിക പടുക്കോൺ, പിന്നെ ശോഭനയുണ്ട്, പിന്നെ നമ്മുടെ ഗുണ്ടബിനുമായിട്ട് അഭിനയിച്ച അനബൻ. പുള്ളിക്കാരിയൊക്കെ അടിപൊളി അഭിനയം കേട്ടോ. പുള്ളിക്കാരിക്ക് ഇങ്ങനെ റോള് കിട്ടിയ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് തിങ് ഓഫ് ഹർ ലൈഫ് ആയിരിക്കും. അതെ, അത് എന്നിട്ട് പുതിയ കുറെ എല്ലാം ക്യാമിയോ റോൾസ് ആണ്, പക്ഷെ എന്നാലും വളരെ റെലവെന്റ് ആയിട്ടുള്ള റോൾസ് ആയിരുന്നു എല്ലാവരുടെയും. അതെ, അമിതാഭ് ബച്ചന്റെ ഒക്കെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പം എന്നാ ഒരു മറ്റേ ഹോഗ്വാർട്സിന്റെ ഇതില്ലേ, എന്നാ നമ്മുടെ ഹാരി പോട്ടർ പോലെ അതുപോലത്തെ പലതും ഒരു ജയന്റ് ആയിട്ടൊക്കെയാണ്. ജയന്റ് ആയിട്ടും അതൊന്നും ഒരു ജയന്റ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ലൈക്ക് വളരെ കൺവിൻസിംഗ് ആണ്. അത്രയും വലിയ ഒരു 8 അടിയുള്ള ആളെ പോലെ കാണിക്കുന്ന അങ്ങനെ തന്നെ തോന്നും. അത് ഈ ഏജിൽ ആ ഒരു പെർഫോമൻസ് സോ ക്യാപ്റ്റിവേറ്റിംഗ്. അത് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അമിതാഭ് ബച്ചനൊക്കെ ഇത്രയും പ്രായമായി, ഇനിയിപ്പം വേറെ ആരെങ്കിലും ഒക്കെ എടുക്കായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു പടം തുടങ്ങിയപ്പോഴും ഞാൻ ഓർത്തു മുഴുവൻ എന്നാ പറയുന്നത് നമ്മുടെ VFX വെച്ചിട്ടുള്ള പരിപാടി. പക്ഷെ VFX ഒന്നും നമുക്ക് അങ്ങനെ തോന്നത്തേ ഇല്ല. പക്ഷെ അത് അതുപോലെ കൺവിൻസിംഗ് ആയിട്ട് എടുത്തേക്കുന്നത്. ദേ ഹാവ് നോട്ട് സ്പെയർഡ് എനി പെന്നി. 600 കോടി ബഡ്ജറ്റ് അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മാസ് ആണ്, അതായത് എന്ന് വെച്ചാൽ മാസ് ലെവലിലെ ആൾക്കാരും ആക്ടേഴ്സും ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോവാണ് നമ്മളിപ്പം സ്റ്റാർ വാർസ്, ഇപ്പം സീരീസ് കാണുന്നതാണ് മാഡ് മാക്സ്, അങ്ങനെ കുറെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി, അങ്ങനെയുള്ള മാർവൽ മൂവി എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ്ചറാണിത്. പക്ഷെ ചുമ്മാ എടുത്ത് മിക്സ് ചെയ്യുമല്ല, ഒരു പ്രോപ്പർ സ്റ്റോറി ലൈൻ ഉണ്ട്. മഹാഭാരതത്തിന്റെ ഒരു ത്രെഡ് പിടിച്ചാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു എപ്പിക്കും ആയിട്ടുള്ള റിലേഷനും ഉണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. ലൈക്ക് ഇറ്റ്സ് അമേസിംഗ് അല്ലെ. ഇതിന്റെ എനിക്കൊന്ന് ത്രില്ലിംഗ് പാർട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിന്റെ എന്താ പറയുന്ന മഹാഭാരതത്തിന്റെ ആ പല കഥകളും നമുക്കറിയാം. സോ വി ആർ വെരി ക്ലോസ് ടു ദീസ് പല ക്യാരക്ടേഴ്സും. ചുമ്മാ സയൻസ് ഫിക്ഷൻ എടുക്കുക, ഇന്ത്യൻ കൾച്ചർ ആയിട്ട് ടൈ ചെയ്തല്ലേ. അതെ, അതും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റുമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്.
ഇതൊരു ഫസ്റ്റ് പാർട്ട് ഓഫ് എ സീരീസ് കേട്ടോ. പക്ഷെ ആ ഫസ്റ്റ് പാർട്ട് തന്നെ ഇറ്റ് ഹസ് ക്യാപ്റ്റിവേറ്റഡ്. ഈ ലോകം മൊത്തം അത് പരക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിന്റെ പേര്. ഇത് പോയി കാണണം, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ഇതുപോലത്തെ മൂവികൾ ഇറങ്ങത്തുള്ളൂ. പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയി കാണണം. ദിസ് ഈസ് നോട്ട് എ ഹോം സ്ക്രീൻ മെറ്റീരിയൽ. ഇത് OTT കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. അതല്ല, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ ദാറ്റ്. അത് കാണുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. അത് പോയി പറ്റുമെങ്കിൽ ഐമാക്സ് ഒക്കെ തിയേറ്റർ എവിടെയെങ്കിലും അടുത്തുണ്ട് അവിടെ പോയി. ഞങ്ങളിപ്പോൾ UK കണ്ടത്. ഞങ്ങൾക്ക് മലയാളം വേർഷൻ ഇല്ല, ഞങ്ങൾ ഹിന്ദിയാണ് കണ്ടത്. എന്നാൽ പോലും ഇറ്റ് വാസ് അമേസിങ്. മലയാളത്തിൽ കണ്ട സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളതാണ്, ഡബിങ് ഇസ് ഡൺ ബൈ ഒറിജിനൽ ആർട്ടിസ്റ്റ്. അതുകൊണ്ട് യു വോണ്ട് ഫീൽ എനി ഡിഫറൻസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് കമലഹാസനാണ്. കമലഹാസൻ ഒരു മെയിൻ റോള് പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്ലോട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അത് സ്പോയിലർ ആയി പോവും. പക്ഷേ ഒരു ഹൈ ലെവൽ പ്ലോട്ട് എന്നാന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്യൂച്ചർ, പേര് പോലെ തന്നെ 2898 AD നടക്കുന്ന അന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഫോർകാസ്റ്റ് ചെയ്ത് കണ്ട് ആ ഒരു പിക്ചറൈസേഷനിൽ എടുത്തേക്കുന്നതാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചാലഞ്ചസിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ ചെയ്യുന്നത്. അപ്പം അത് എപ്പിക്കായിട്ട് ലിങ്ക് ചെയ്തേക്കുക പണ്ടത്തെ, അതായത് കൽക്കി എങ്ങനെ അവിടെ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മുടെ പുരാണമായിട്ടുള്ള ബന്ധം കൽക്കി യുഗം ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബിൽഡപ്പ് ആണ് ഈ ഫസ്റ്റ് പാർട്ട്. അപ്പൊ ഇതിന്റെ പല സീരീസ് വരും ഷുവറായിട്ട്. പക്ഷെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, എന്റെ മോനെ ഇനി മഹാഭാരതം, രാമായണം, അങ്ങനെയുള്ള പടങ്ങൾ ഇനി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഫക്ട്സ് കാരണം ഇവരുടെ പണ്ട് കാലത്തെ കാണിക്കുമ്പോൾ അവരുടെ യങ് നേച്ചർ കാണിക്കുന്നുണ്ട്. അതും ഭയങ്കര കൺവിൻസിങ് ആണ്. സ്റ്റിൽ അതിനകത്ത് കുറച്ച് പാളിച്ചകളുണ്ട്. എനിക്കൊന്ന് ആകെ അതിനകത്ത് ഉള്ള പാളിച്ച എന്ന് എനിക്ക് തോന്നിയത്, ഇതിനകത്ത് അമിതാഭ് ബച്ചന്റെ ചെറുപ്പം കാണിക്കുന്നതിനകത്ത് യൂസ് ചെയ്ത VFX. പക്ഷെ അതൊക്കെ ഇനി ഇംപ്രൂവ് ആയി വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നാളെ മുതൽ നമുക്ക് ചിലപ്പം എല്ലാ ആക്ടേഴ്സും വേണം എന്ന് പോലും ഇല്ല അല്ലെ. ഇൻഫാക്ട് പാസ് അവേ ആയിട്ടുള്ള ഗ്രേറ്റ് ആക്ടേഴ്സിനെ റീഇൻകാർണേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ ടെക്നോളജി വെച്ച്. മറ്റൊരു മൂവിക്കകത്തത് ഉണ്ടല്ലോ, അതെ. അപ്പം അത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നറിയില്ല. പക്ഷെ ഇനി ഫ്യൂച്ചർ ഇതാണ്. സോ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്കും, ഫസ്റ്റ് പാർട്ട് നമ്മൾ കാണുമ്പം ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്കും വളരെ കുറച്ച് ലാഗിങ് ആണ്. കാരണം ഇതിനകത്തെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും പിന്നെ നമ്മളെ ഒരു പരിചയപ്പെടുത്തുവാണല്ലോ. അതായത് 2898 AD കാണിക്കുന്ന കുറെ കാര്യങ്ങൾ, അത് നമ്മൾ ഈ പറയുന്ന പോലെ വളരെയധികം സയൻസ് ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ സ്റ്റാർ വാർസ് ഒക്കെ കാണുന്ന പോലെ തന്നെ കുറച്ച് അങ്ങനത്തെ എന്നാ പറയുന്നത് ഫൈറ്റ് ഒക്കെ ആണെങ്കിലും എന്നാ പറയുന്നത് നമുക്കത് എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇച്ചിരി ലാഗാണ് ആ ഒരു സമയത്ത് ലാഗ്. അപ്പം നമ്മൾ ഓർക്കും, എസ്പെഷ്യലി ഇതുപോലെ ഇത്രയും 600 crores ഒക്കെ മുടക്കി മൂവി ആകുമ്പോഴത്തേക്കും വിൽ വെയിറ്റ്. അപ്പം അത് മാത്രമല്ല, ഫസ്റ്റ് ഹാഫില് സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ കുറെ തമാശകളുണ്ട്. അതിപ്പോ പ്രഭാസിന്റെ ഇൻട്രോ ആയാലും വേറെ കുറെ കോമഡി സീൻസ് ആയാലും അതൊക്കെ ഒരു ഇച്ചിരി ഒരു ക്രിഞ്ചല്ലേ. അപ്പം അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇപ്പം പല പടങ്ങളിലും ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു മാസ് മൂവി എടുക്കുമ്പോഴത്തേക്കും എന്നാണല്ലോ ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇച്ചിരി നമുക്ക് ബോറിംഗ് ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഫുൾ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്കൻഡ് ഹാഫിലെ ഒരു ഫൈറ്റും ആ ഫേസ്, എനിക്ക് തോന്നുന്നത് ആ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കാണിച്ചേക്കുന്ന ആ ക്യാരക്ടറിന് വരുന്ന വ്യത്യാസം ഭയങ്കരമായിട്ട് തോന്നാൻ വേണ്ടിയും കൂടെ ആയിരിക്കും. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്തെ ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചനും പ്രഭാസും തമ്മിലുള്ള ഒരു ഹെഡ് ഓൺ ഫൈറ്റ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന. അമിതാഭ് ബച്ചന്റെ ആ ഒരു എന്താ പറയുന്നത്, പുള്ളിക്കൊന്നും എന്നാ പറയുന്നത് ആ ഒരു പവർ ഒന്നും നമുക്ക് കാണണ്ട. അത്രയും പ്രായമായ ഒരാളാണെന്നുള്ള ഒരു ചെറിയൊരു ഹിന്റ് പോലും നമുക്ക് തോന്നത്തില്ല. അത്ര രീതിയിലാണ് അതും ഇതുപോലെ കൺവിൻസിങ്. ആ ഫൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ആ ഫൈറ്റ് മാത്രം കണ്ടിരിക്കാം വേണം ഒരു 10 പ്രാവശ്യം. പിന്നെ മലയാളത്തില് മമ്മൂട്ടി മോഹൻലാൽ ഒന്നും ചാടി ഇടിക്കുന്ന പോലല്ല, ഇത് വേറെ ലെവൽ. ഇത് പ്രോപ്പർ ഹോളിവുഡ് ലെവലോ കേട്ടോ. ഐ മീൻ നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഇസ് പോസിബിൾ. അതെ, ഇന്ത്യൻ സിനിമയ്ക്ക് ഇത് പറ്റും. സോ റിയലി പ്രൗഡ്. ഇന്ത്യൻ സിനിമ ഒരു വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് മണി ഈസ് നോട്ട് എ കൺസേൺ എന്നുള്ളൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 600 crores ഒരു മൂവിക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് യുനോ അമേസിംഗ്. അപ്പൊ അടിപൊളി മൂവിയാണ്.
കേട്ടോ, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇനി കുറെ നാൾ കുറെ നാൾ കാണും തിയേറ്ററിൽ. പക്ഷെ അത് OTT വരാൻ കാത്തിരിക്കരുത്, മസ്റ്റ് ആയിട്ട് പോയി കാണാം. അതെ, ഞങ്ങളിവിടെ ഒരു വ്യൂ സിനിമാസ് എന്ന് പറഞ്ഞ ഇവിടെ അടുത്തൊരിടത്താണ് പോയത്. അപ്പം ഞങ്ങളത് പറയുമായിരുന്നു, ഞങ്ങൾ അടുത്തത് ഐമാക്സ് നോക്കി ബുക്ക് ചെയ്ത് പോകണം. ആ ഒരു ഫീലും കൂടെ കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പടം നമുക്ക് അതുപോലെ അങ്ങ് ഇത് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. സോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം, തിയേറ്ററിൽ പോയി കാണണം. പിള്ളേർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ഇതിനകത്ത് പിള്ളേർ കാണാൻ പാടില്ലാത്തതായിട്ടുള്ളോ അല്ലെങ്കിൽ ടു മച്ച് വയലൻസോ അങ്ങനെ കാണാം. അതെ, ഫോർച്ചുനേറ്റ്ലി. അതെ. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ടു. അതുപോലെയാണ് കഥ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് കമലഹാസൻ ഇനി വന്ന് ആറാടാൻ പോകുന്നതേ ഉള്ളൂ. അതെ, ഒന്നും ആയിട്ടില്ല. ഉലകനായകൻ. അതുകൊണ്ട് എല്ലാരും പോയി കാണുക, അടിപൊളി മൂവിയാണ്. അപ്പം സീ യു അണ്ടിൽ നെക്സ്റ്റ്. മഹേഷ്, ബിജു.